നമസ്കാരം, ഞാൻ എബി വിജയ്. നെറ്റ്സെൽസ് ഓട്ടോമോട്ടീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണല്ലോ. കാര്യം നമ്മുടെ നിരത്തുകളിൽ ഇലക്ട്രിക് വാഹനം ഇത്രത്തോളം നമുക്ക് വിപുലമായി കൊണ്ടുവന്ന ഒരു ബ്രാൻഡിന്റെ കാറാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടാറ്റ പഞ്ച് EV. പഞ്ച് EV നമുക്ക് 3 റേഞ്ചിലാണ് വരുന്നത്, അതായത് 3 വേരിയന്റിലാണ് വരുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് സ്മാർട്ട് എന്നൊരു വേരിയന്റ് ആണ്. അതിന്റെ അടുത്ത് വരുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ എന്നൊരു വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് എംപവർ എന്നൊരു വേരിയന്റ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇതിനിടയിൽ വരുന്ന വേരിയന്റ്, അതായത് അഡ്വഞ്ചർ എന്നൊരു വേരിയന്റ് ആണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അഡ്വഞ്ചർ എസ് LR ആണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതായത് അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയന്റ്, എസ് എന്ന് പറയുന്നത് സൺറൂഫ് ഉള്ള ഒരു വേരിയന്റ് ആയതുകൊണ്ട് എസ് എന്ന് പറയുന്നത്, LR എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആണ്. അതായത് 422 റേഞ്ച് വരുന്ന ഒരു വാഹനമാണ് നമ്മളിവിടെ കാണുന്നത്. വേരിയന്റ് കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാറ്റ വൈഡ് റേഞ്ച് ഓഫ് വേരിയന്റ് ഓപ്ഷൻസ് ആണ് ശരിക്കും കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പഞ്ച് EV എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിലുള്ള ആ ഒരു ഫേസ് ലിഫ്റ്റ് വരുത്തി ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണ്. ഇതേ ആ ഒരു ചേഞ്ചസ് വരുത്തി ഇനി ശരിക്കും നോർമൽ പഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ആ പഞ്ചിന് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുവരെ ടാറ്റ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച, അതായത് ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ടാറ്റ പഞ്ച് EV ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ നോർമൽ വാഹനത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ കോക്പിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ടാറ്റ നമ്മുടെ ഈ പറഞ്ഞ പഞ്ച് EVക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഞ്ചിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പഞ്ച് EVയുടെ ശരിക്കും പറഞ്ഞാൽ ബേസ് വേരിയന്റ് ഞാൻ പറഞ്ഞാണല്ലോ, സ്മാർട്ട് എന്നൊരു വേരിയന്റ്. സ്മാർട്ട് വേരിയന്റ് നമുക്ക് പവർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ 25 കിലോ വാട്ടിന്റെ ഒരു ബാറ്ററിയാണ് അതിന് വരുന്നത്, IP67 റേറ്റഡിൽ. അതിന്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, അതായത് അതിന്റെ എഞ്ചിൻ അല്ല, മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 80 bhp, അതുപോലെ 114 Nm ടോർക്കാണ്. ലോങ് റേഞ്ച് എന്നുള്ള വെഹിക്കിളിലേക്ക് വരുമ്പോൾ അതിന്റെ ബാറ്ററി പാക്ക് മാറുന്നത് 35 കിലോ ടവറിന്റെ ഒരു ബാറ്ററിയിലേക്ക് മാറും. അതിൽ നമുക്ക് മോട്ടറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പവർ വരുന്നത് ഒരു രക്ഷയില്ലാത്ത പവറാണ്, 120 bhp, അതുപോലെ തന്നെ 190 Nm ടോർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാല് കൊടുക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും വാഹനത്തിന്റെ ആ ഒരു കുതിപ്പെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചാർജിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയന്റിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ കൂടെയുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 3.3 kW ഒരു ചാർജിങ് യൂണിറ്റ് ആണ്. അത് ചാർജിങ് വാൾ ബോക്സ് എന്ന യൂണിറ്റിലായിട്ടാണ് നമുക്ക് ചുവലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അതേസമയം നമുക്ക് അഡ്വഞ്ചർ എംപവർ എന്ന വേരിയന്റിലേക്ക് വരുമ്പോൾ 3.3 kW അല്ലെങ്കിൽ 7.2 എന്നുള്ള ചാർജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാറ്ററിയുടെയും മോട്ടറിന്റെയും കാര്യത്തിൽ നമുക്ക് ആ ഒരു പേടി, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരുമോ അല്ലെങ്കിൽ വാറന്റി പ്രശ്നം വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാര്യം വാറന്റിയുടെ കാര്യത്തിലും ടാറ്റ അത്രയ്ക്കും അഷ്യൂർഡ് ആയിട്ടാണ് വാറന്റി കൊടുത്തിരിക്കുന്നത്. കാര്യം 8 വർഷത്തെ വാറന്റിയാണ് മോട്ടറിനും ബാറ്ററി പാക്കിനും ടാറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി നോക്കാം കാര്യം എത്രത്തോളം അത് ചാർജിങ് സൈക്കിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര വർഷം നമ്മുടെ ഒരു കണക്കിന്, നമ്മുടെ ഒരു ഡ്രൈവിംഗ് റേഞ്ച്, ഡെയിലി ഉള്ള ഒരു ഡ്രൈവിംഗ് റേഞ്ച് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ നോർമലി എൻറ്റയർ വെഹിക്കിളിന് കമ്പനി കൊടുത്തിരിക്കുന്നത് 3 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ ആണ് വാറന്റി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ കാണുന്ന വാഹനം എന്ന് പറയുന്നത് ശരിക്കും സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ എന്ന വേരിയന്റ് ആണ്. അപ്പോൾ അഡ്വഞ്ചർ വേരിയന്റ് ഈ ഒരു വാഹനത്തിന് ശരിക്കും ഓൺ റോഡ് വരുന്ന വില എന്ന് പറയുന്നത് അറൗണ്ട് 15,04,000 ആ റേഞ്ചിനകത്താണ് ഈ ഒരു വാഹനത്തിന് വില വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറഞ്ഞ വേരിയന്റ് എന്ന് പറയുന്നത് എംപവർ എന്നൊരു വേരിയന്റ്, എംപവർ പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, SLR എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ആ ഒരു വേരിയന്റ് പ്രൈസ് വരുന്നത് 16,64,000 രൂപയാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോഡലിന്റെ പഞ്ച് EVയുടെ പ്രൈസ് വരുന്നത്. ഇതിൽ നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് പുറമേ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വേറെ വ്യത്യാസം നമുക്ക് അങ്ങനെ പറയാനില്ല. കാര്യം ഫ്രണ്ടിൽ ഈ ഒരു ആകമൊത്തം ഈ ഒരു ഡിസൈൻ തന്നെയാണ് അതിലും വരുന്നത്. സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അലോയ് വീൽ ഈ ഒരു വെഹിക്കിളിന് വരുന്നില്ല. പക്ഷെ നമ്മൾ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആ ഒരു എംപവർഡ് എസ് എന്ന് പറഞ്ഞ മോഡലിൽ അതിന് വരുന്നുണ്ട്. പിന്നെ അതിൽ ഈ വാഹനത്തിന് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ കുറവെന്ന് പറയാനായിട്ട് 360 ഡിഗ്രി ക്യാമറയുടെ കുറവുണ്ട്. പിന്നെ വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അല്ല ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അതായത് ആ വാഹനത്തിൽ വരുന്ന 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് ആണ് വരുന്നത്. പക്ഷേ ഈ വാഹനത്തിന് 7 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ കോക്പിറ്റ് എന്നുള്ള സംവിധാനം ഒന്നും ഈ ഒരു വെഹിക്കിളിൽ വരുന്നില്ല. ഇതിന് നോർമൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, ബാക്കിൽ ഡീഫോഗർ, അതുപോലെ തന്നെ വൈപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. ലെതർ ആയിട്ടുള്ള സീറ്റും അല്ല നമുക്ക് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. ഇതിന് നോർമൽ ഫാബ്രിക് ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് കുറവ് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുറവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 1,50,000 രൂപയുടെ ഒരു വ്യത്യാസമാണ് ഈ ഒരു വെഹിക്കിളിന് നമുക്ക് കുറവ് വരുന്നത്. ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നതെന്ന് പറയുന്നത് 3,800
57 ആണ്. ഓവറോൾ വിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1742 ആണ്. ഈ വാഹനത്തിന്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത് 1633 ആണ്. ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ 190 ആണ്. ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 364 ലിറ്റർ ആണ്. ഈ വാഹനത്തിന്റെ ഓവറോൾ വീൽ ബേസ് വരുന്നത് 2445 ആണ്. നമുക്ക് വാഹനത്തിന്റെ ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും അതുപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പും ഒക്കെ വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഏരിയയിൽ ഈ കാണുന്നത് അതിന്റെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സിന്റെ സെൻസറാണ്. അതുപോലെ ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരല്പം എന്താ പറയാ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ, അതായത് ആ ഒരു SUV വാഹനമായതുകൊണ്ട്, മൈക്രോ SUV വാഹനമായതുകൊണ്ട് തന്നെ ഒരല്പം പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഗ്ലാസിന്റെ സ്ലാൻഡിംഗ് പൊസിഷൻ വരുന്നത്. 2 വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഗ്ലാസ് വാഷേഴ്സ് വരുന്ന ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ബോണറ്റ് ഏരിയയാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ലൈറ്റ് ആയിട്ടുള്ള പവർ ബൾജസ് ഒക്കെ കൊടുത്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. പിന്നെ നെടുനീളനായിട്ട് സൈഡിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ എൻഡ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു പുതിയ DRL വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. അതിൽ നമുക്ക് സൈഡിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു എന്താ പറയുക കട്ടിങ്ങോട് കൂടി ആ ഒരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ രസമായിട്ടുണ്ടെന്നാണ് പറയാൻ. ഇത് DRL ആവുകയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആവുകയും ചെയ്യുന്ന ഒരു ഇതാണ്. സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വരുമ്പോൾ ഈ ഒരു പാർഷനിലായിട്ടാണ് നമ്മുടെ ടാറ്റയുടെ ആ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ നമുക്കത് കത്തുമെന്നൊക്കെ തോന്നും, പക്ഷേ അത് ഗ്ലോയിങ് അല്ല, നോർമലാണ്. അതിൽ സാധാരണ എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന ക്രോം ഒക്കെ ആണല്ലോ, പക്ഷേ ഇത് ടാറ്റ അതൊന്ന് മാറ്റി പിടിച്ചു. ഈ EV ആയതുകൊണ്ടായിരിക്കാം ഒരു വൈറ്റും ബ്ലാക്കും എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് അതിന്റെ ആ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇതിന്റെ ചാർജിങ് പോർട്ട് വരുന്നത്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നമ്മുടെ EV വെഹിക്കിളിനൊക്കെ എല്ലാം കവേർഡ് ആണല്ലോ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമുക്ക് ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു വൈഡ് ആയിട്ടുള്ള ആ ഒരു എയർ ഡാം ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിലും താഴേക്ക് വരുമ്പോൾ സിൽവർ ഫിനിഷിലുള്ള അല്ലെങ്കിൽ അലുമിനിയം ഫിനിഷിലുള്ള ഒരു സ്കിറ്റ് പ്ലേറ്റ് ടൈപ്പിലുള്ള ഒരു ഫിനിഷ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക LED പ്രൊജക്ഷൻ ടൈപ്പുള്ള ഒരു ഹെഡ്ലൈറ്റ് സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഈ കാണുന്നത് ഇതിന്റെ ഫോഗ് ലാമ്പ് ആണ്. പിന്നെ അതിന് താഴേക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു എയർ ഡാം ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ശരിക്കും പക്ക ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു എയർ ഡാം ആണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ഈ പറഞ്ഞ നമ്മുടെ ഹെഡ്ലൈറ്റിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് എലമെന്റ് അതിനെ നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയാം. കാര്യം ഇവിടെ നിന്ന് തുടങ്ങി ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്ത് അടുത്ത ഹെഡ്ലൈറ്റിലാണ് ആ ഒരു പോർഷൻ വന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഡിസൈൻ ലാംഗ്വേജിൽ പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് നെക്സോൺ ആണോ അല്ലെങ്കിൽ നമുക്ക് പഞ്ചാണോ എന്നുള്ള പെട്ടെന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും ആ വണ്ടി ഏതാണെന്നുള്ളത്. സൈഡിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എടുത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് അലോയ് വീൽ വരുന്നില്ല. കാര്യം ഇതിന് നോർമൽ സ്റ്റീൽ വിത്ത് വീൽ ക്യാപ്പാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അത് നമുക്കൊരു 16 ഇഞ്ച് ഡയമെൻഷനിൽ വരുന്ന ഒരു വീലാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. അതിനും ആ ഒരു എന്താ പറയുക ട്രിം എലമെന്റ്സ്, അതായത് ആ ഒരു പ്ലാസ്റ്റിക് ട്രിം എലമെന്റ്സ് ഒക്കെ കൊടുത്ത് ഒരു SUV ലൈക്ക് സ്റ്റാൻഡ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാര്യം വീൽ ആർച്ചിന്റെ ഭാഗത്താണെങ്കിലും നമ്മുടെ ഡോറിന്റെ ഭാഗത്താണെങ്കിലും ബാക്കിലത്തെ വീൽ ആർച്ച് ആണെങ്കിലും എല്ലാം ആ ട്രിം എലമെന്റ് വന്ന് നിൽക്കുന്നത് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു SUV ലൈക്ക് സ്റ്റാൻഡ്സ് നമുക്ക് ആ ഒരു വെഹിക്കിളിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ .EV എന്ന് പറയുന്ന അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം acti.ev എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു .EV എന്ന് പറഞ്ഞ് പ്രത്യേകം സൈഡിൽ ചെയ്തിരിക്കുന്നത് അതൊക്കെ ഒരു രസമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ശരിക്കും ഒരു എന്താ പറയാ ഒരു ലക്ഷറി ഫീൽ അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡിനെയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിൽ ആ സൈഡിൽ കാണുന്ന ബാൽജിങ് ഒക്കെ ആ വണ്ടിക്ക് ഒരു രസമുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന ടാറ്റയുടെ എല്ലാ വാഹനങ്ങൾക്കും സൈഡിൽ ആ ഒരു ബാൽജിങ് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഇനി മിററിലേക്ക് വരുമ്പോൾ മിറർ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് മിറർ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു മിറർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് സ്മാർട്ട് എന്ന വേരിയന്റിൽ മാത്രമാണ് സിംഗിൾ ടോൺ വരുന്നത്. ബാക്കിയുള്ള എല്ലാ വേരിയന്റിലും ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ടേൺ ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ പാഡിൽ ലാംപ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിൾ വരുന്നില്ല. ഇന്റേണലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. താഴ്ന്ന ഒരു വിൻഡോ ലൈനാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. നല്ലൊരു എയറി ക്യാബിൻ സ്പേസ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് ആ ഒരു ക്രാംഡ് ആയിട്ടൊരു ഫീൽ നമുക്ക് തോന്നത്തില്ല. പിന്നെ നല്ല B പില്ലറും അതുപോലെ തന്നെ C പില്ലറും ഒക്കെ അത്യാവശ്യം നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. കാര്യം B പില്ലറൊക്കെ ബ്ലാക്ക് ആൻഡ് ആണ്, അതുപോലെ തന്നെ C പില്ലറും ബ്ലാക്ക് ആൻഡ് ആണ്. C പില്ലറിന്റെ പോർഷനിലാണ് ബാക്കിലത്തെ ഡോറിന്റെ ആ ഒരു ഹാൻഡിൽ വരുന്നത്. അതിൽ ടാറ്റയുടെ സെലിബ്രേറ്റിംഗ് 50 lakhs കാർ എന്നുള്ള രീതിയിൽ 25 years 50 lakh എന്ന് പറഞ്ഞിട്ട് അവരൊരു ബാൽജിങ് കൊടുത്തിട്ടുണ്ട്. അത് രസമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ഒരു ആനിവേഴ്സറി എഡിഷൻ പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതേ ട്രിം എലമെന്റ് തന്നെ നമുക്ക് ബാക്കിലേക്ക് വീണ്ടും ഗ്ലാസ് തുടങ്ങുന്നത്, അതായത് ബാക്കിലത്തെ ഗ്ലാസ് തുടങ്ങുന്ന ആ ഒരു രസമൊക്കെ ആ ഒരു രീതിയൊക്കെ നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഡിസൈനൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ഡോർ ഹാൻഡിലേക്ക് വരുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വേരിയന്റ് ആണെങ്കിലും അതിലും സ്മാർട്ട് കീ സിസ്റ്റമാണ് വരുന്നത്. അതിന്റെ റിക്വ സെൻസറും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അത്യാവശ്യം പ്ലെയിൻ അല്ല, ഒരു കട്ട്സ് ആൻഡ് ഗ്രീസസ് ആ ഒരു ബോഡി ലൈൻസ് ഒക്കെ കൊടുത്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വേണം പറയാം സൈഡൊക്കെ കാണാനായിട്ട്.
ശരിക്കും ഒരു എന്താ പറയാ, ആ വീലാർച്ചിനൊക്കെ ആ പവർ ബൾജസ് ഒക്കെ കൊടുത്തപ്പോൾ ശരിക്കും വണ്ടി വേറെ ലെവൽ. ശരിക്കും പഞ്ച് തന്നെ ഇവിടെ കിക്ക് ആവാനുള്ള റീസൺ ഈ ഒരു ഒറ്റ ഡിസൈൻ ആണെന്ന് വേണം പറയാനായിട്ട്. ടാറ്റ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കസ്റ്റമർ കീഴടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ബേസ് വേരിയന്റിൽ മാത്രമാണ് ബാക്ക് ഡ്രം ബ്രേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും വരുന്നത്. ബാക്കിയുള്ള എല്ലാ വേരിയന്റിലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. കാര്യം അത്രത്തോളം പവറാണ് വാഹനം ജനറേറ്റ് ചെയ്യുന്നത്. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ശരിക്കും 4 ഡിസ്ക് ബ്രേക്ക് വേണം. ഇനി നമുക്ക് ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ബാക്കിലേക്ക് പോകുമ്പോൾ ശരിക്കും എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു വലിയ ടെയിൽ ലാമ്പ് തന്നെയാണ് രസം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആ ഒരു LED എലമെന്റ് ഒക്കെ കൊടുത്ത അത്യാവശ്യം നല്ല രീതിയിൽ, അതും നമ്മുടെ ടാറ്റയുടെ സ്ഥിരം കാണുന്ന ആ ഒരു ട്രൈ ആരോ പാറ്റേണിലാണ് ശരിക്കും ആ ഒരു LED പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അതും വളരെ അടിപൊളി എന്ന് വേണം പറയാനായിട്ട്. അതിന്റെ ഈ കാണുന്ന പോർഷനിലാണ് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ലാമ്പ് വരുന്നത്. ഇത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അഴകി വരുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ട്രിം ഏരിയയിലാണ് ശരിക്കും നമ്മുടെ റിഫ്ലക്ടേഴ്സ് മൗണ്ട് ചെയ്യുന്നത്. അതിലും ആ ഒരു ട്രൈ ആരോ പാറ്റേൺ ഒക്കെ കൊടുത്ത് ആ ഭാഗവും ഫ്രീ ആക്കി വിടാതെ നല്ല നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ ബാക്കിലും ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാം പ്ലെയിൻ ആയിട്ട് വിടുന്നുണ്ടെങ്കിലും പഞ്ച് ആ നല്ല കട്ട്സും ആ ഒരു മസിൽസും ഒക്കെ കൊടുത്ത് ആ ഒരു എന്താ പറയുക SUV സ്റ്റാൻഡ്സ് നമുക്ക് ആ ഒരു വെഹിക്കിളിന് തോന്നുന്നുണ്ട്. ഈ വെഹിക്കിൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടോപ്പ് എൻഡ് അല്ല, സെക്കൻഡ് വേരിയന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഫോക്കേഴ്സോ അല്ലെങ്കിൽ വൈപ്പേഴ്സോ ഒന്നും വരുന്നില്ല. പിന്നെ സ്ഥിരം നമ്മൾ ടാറ്റയുടെ കാറിൽ കാണുന്നല്ലോ വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ പഞ്ചിന്റെ ആ ഒരു രൂപം കാണിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, റൈനോ കാണിക്കുന്നുണ്ട് ആ ഒരു ഗ്ലാസ് ഏരിയയിൽ. പിന്നെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്പോയിലർ പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ സ്പോയിലർ ലൈക്ക് സെറ്റപ്പ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് നമുക്ക് ഈ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ വെഹിക്കിളിന് ഡ്യുവൽ ടോൺ ആണ് വേരിയന്റ് വരുന്നത്. അതിന്റെ സെൻട്രലായിട്ട് നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ലാമ്പ് മൗണ്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ ഇത് റൂഫ് ആൻഡിന വരുന്നത് നോർമലി ഉള്ള ആൻഡിന തന്നെ വരുന്നത്. ഇതിന്റെ ടോപ്പ് ഇൻ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഷാർഫിൻ ആൻഡായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പറയാൻ വിട്ടുപോയ കാര്യമാണ്, നമ്മുടെ ഈ വാഹനത്തിന് നമുക്ക് സൺറൂഫ് കൂടെ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വളരെ അതൊരു രസമാണ്. കാര്യം യൂസ് ചെയ്യുന്നോ ഇല്ലയോ, നമുക്ക് വാഹനത്തിന് സൺറൂഫ് ഉണ്ടെന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു രസമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. കാര്യം ഞാനും ആലോചിക്കുന്നുണ്ട് ഒരു സൺറൂഫ് ഉള്ള ഒരു വാഹനം എടുക്കാനായിട്ട്. പിന്നെ ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കണ്ടതുപോലെ തന്നെ സെയിം ടൈപ്പിലുള്ള ആ ഒരു ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നത്. പിന്നെ പഞ്ച് EV എന്നുള്ള രീതിയിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് വലിച്ച് നീട്ടി എഴുതിയിട്ടുണ്ട് പഞ്ച് EV. പിന്നെ അതിന്റെ താഴെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ബൂട്ട് ഓപ്പണിംഗ് ലിഡ് വരുന്നത്. അതൊരു ഇലക്ട്രോണിക് ബൂട്ട് ഓപ്പണിംഗ് ആണ്. അതിൽ ഈ ഭാഗത്താണ് നമ്മുടെ എന്താ പറയുക നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ്സ് വരുന്നത്. അതിലും അത്യാവശ്യം നല്ല പാർസൽ ട്രേ ഒക്കെ കൊടുത്ത് ആ ഒരു സ്പേസ് നമുക്ക് നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ശരിക്കും 366 ലിറ്ററിന്റെ ആ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞത് കാര്യമായിട്ട് ശരിക്കും ടാറ്റ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ഇത് നമ്മളിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോർട്ടബിൾ ചാർജറാണ് കാണുന്നത്. ഇത് താഴെയായിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ടില്ല. EV ആണെങ്കിലും ഇതിന് വേറെ പഞ്ച് റിപ്പയർ കിറ്റ് മാത്രമേ വരുന്നത്, സ്പെയർ ടയർ വരത്തില്ല. കാര്യം EV പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് EV ബാറ്ററി പാക്കാണ് ഇതിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇരുന്നാൽ പോലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ടാറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ടാറ്റ പഞ്ചിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ രീതി തന്നെയാണ് ടാറ്റ പഞ്ചിന്റെ ആ ഒരു ഇന്റീരിയർ വരുന്നത്. ശരിക്കും നമ്മുടെ പഴയ ടാറ്റ പഞ്ചുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് എല്ലാവർക്കും തോന്നത്തുള്ളൂ. വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കളർ തീമിന്റെ വ്യത്യാസവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ആ ഒരു കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനിന്റെ ആ ഒരു വ്യത്യാസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മുടെ പഞ്ചിൽ നിന്നും നമുക്ക് ഈ പഞ്ച് EV മാറ്റി നിർത്തുന്ന ഓരോ ഫാക്ടർ എന്ന് പറയുന്നത്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി പുതിയ EV അപ്ഡേറ്റ് നമ്മുടെ പഞ്ചിന് അപ്ഡേറ്റ് ആയി വരുമ്പോഴത്തേക്കും അതിനകത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ടാറ്റ ആ കാര്യത്തിൽ നിന്നും ഒട്ടും പിശുക്ക് കാണിക്കാത്തൊരു കമ്പനിയാണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡാഷ്ബോർഡ് വരുന്നത് ഒരല്പം വൈഡ് എന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു നോർമലി ഉള്ള ഒരു ചെറിയ ഡാഷ്ബോർഡ് തന്നെയാണ് ഈ വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. അതിൽ മേളിൽ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിൽ ചെറിയ ഒരു വ്യത്യാസം വരുത്തി വീണ്ടും ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇത് ഒരു ലൈറ്റ് എന്താ പറയാ പച്ചയാണെന്ന് തോന്നുന്നു, പച്ചയായിട്ടുള്ള ഒരു ഷെയ്ഡിൽ അതിൽ ട്രൈ ആരോ ഡിസൈൻസ് ആയിട്ടാണ് ആ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമുള്ള ഒരു എലമെന്റ് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ AC യുടെ ഒക്കെ ആ വെന്റ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് AC വെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും AC വെന്റ് അല്ല, ഒരു ഡമ്മിയാണ്. ഈ കാണുന്ന രണ്ടുമാണ് AC വെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ കാണുന്നത് നമ്മുടെ AC യുടെ കൺട്രോൾ സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. അതൊരു കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ എന്നുള്ള ആ ഒരു രീതിയിലാണ്. ഇതിൽ തന്നെയാണ് നമ്മുടെ ചാർജിങ്ങിന്റെ ആ ഒരു പോർട്ടിന്റെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് നമുക്ക് ഇളക്കാനായിട്ടും പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോൾ, ബൂട്ട് തുറക്കാനുള്ളത്,
ലോക്ക് അൺലോക്ക് ബട്ടൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ സ്ക്രീനിനകത്താണ് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ഈ കാണുന്നത് ഇതിന്റെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. അതിലും ഒരു ചെറിയ ലാമ്പൊക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. പിന്നെ സൈഡിലത്തെ നമ്മുടെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ ബോട്ടിൽ ഹോൾഡേഴ്സും അതുപോലെ തന്നെ കുട വയ്ക്കാനുള്ള സ്പേസും ഒക്കെ ചേർത്ത് എല്ലാം നല്ല നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതിലും ആ ഒരു അതേ നമ്മുടെ ഡാഷ്ബോർഡിൽ കണ്ട ആ ഒരു പച്ച ഡിസൈനിലാണ് നമ്മുടെ ആ ഒരു ഹാൻഡ് റെസ്റ്റിന്റെ ഏരിയ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ചസ് വരുന്നുണ്ട്. മേളിലേക്ക് വരുമ്പോൾ ഡോർ അൺലോക്കിന്റെ ആ ഒരു ബട്ടൺ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഡോറിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ആ ഒരു ലാച്ച് അതിനകത്ത് വരുന്നത്. അത്യാവശ്യം വലിയ ഒരു ബോട്ടിൽ സ്പേസ് ആണെന്ന് തോന്നുന്നു അതിൽ കൊടുത്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 1 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിലൊക്കെ നമുക്ക് അതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഇൻഫോർടൈൻമെന്റ് ആ ഒരു സ്പീക്കറിന്റെ ആ ഒരു ഏരിയ വരുന്നുണ്ട്. അതിലും ട്രയറോ ഡിസൈൻ പാറ്റേൺസ് ഒക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന് നമുക്ക് 6 സ്പീക്കേഴ്സ് വരുന്നത്. അതായത് ഫ്രണ്ടിലത്തെ 2 ഇതിനും ട്യൂട്ടേഴ്സ് കൂടെ വരുന്നുണ്ട്. അങ്ങനെ 6 സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. സീറ്റിലേക്ക് വരുമ്പോൾ ഈ വാഹനം എന്ന് പറയുന്നത് ശരിക്കും ഒരു സെക്കൻഡ് വേരിയന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് വരുന്ന ലെതറിറ്റ് ആയിട്ടുള്ള സീറ്റ് അല്ല, ഇത് നോർമൽ ഫാബ്രിക് ആയിട്ടുള്ള സീറ്റ് വരുന്നത്. ടോപ്പ് ആൻഡ് മോഡലിലേക്ക് വരുമ്പോൾ ലെതറിറ്റ് സീറ്റ് ആണ്. അതുപോലെ തന്നെ അത് എന്താ പറയാ നമ്മുടെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ് ഓപ്ഷൻ ആണ് ആ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. അത് പക്ഷേ ഇതിന് പോലും പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു. കാര്യം അതിന്റെ ആ ഒരു ബോൾസ്റ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അതിഗംഭീരമായിട്ടാണ് ആ ബോൾസ്റ്റേഴ്സ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ എന്തെങ്കിലും വാഹനത്തിന് ബോഡി റോൾ ഉണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിന്റെ ബോഡി റോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഒരുവിധം നമുക്ക് മാറി കിട്ടും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ആ ഒരു സീറ്റ് എലമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ ഒരു ഹെഡ് റെസ്റ്റ് ഏരിയ, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതിനൊരു പ്രത്യേകം സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് വീണ്ടും ആ ഒരു തൈ സപ്പോർട്ടൊക്കെ അത്രയും സപ്പോർട്ടീവായിട്ട് കൊടുത്ത് ആ ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഹാറ്റ്സ് ഓഫ് എന്ന് വേണം പറയാനായിട്ട്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടൈപ്പ് സിയുടെ ഒരു ചാർജർ വരുന്നുണ്ട്. താഴെയായിട്ട് ഇവിടെ നമുക്ക് നോർമലി ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ടോപ്പ് ആൻഡ് മോഡലിലേക്ക് വരുമ്പോൾ ഇത് വയർലെസ് ചാർജറായിട്ട് മാറുന്നുണ്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ സെൻട്രൽ കൺസോൾ വരുന്നത്. ഇതിന് ഈ കാണുന്നതാണ് ഇതിന്റെ ശരിക്കും ജുവൽ മോഡലുള്ള റോട്ടറി സ്വിച്ച് വരുന്നത്. അതിന്റെ ആ ഒരു രീതിയൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ഇത് നമ്മൾ മാറ്റുമ്പോൾ അത് വാഹനം ഓൺ ആക്കുമ്പോഴാണ് അത് ചേഞ്ച് ആവുന്നത്. ഇപ്പം ഞാൻ വാഹനം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഈ രീതിയിലുള്ള ഒരു റൊട്ടേറ്ററി ജുവൽ സ്വിച്ച് ആണ് ഈ ഒരു വെഹിക്കിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും നോർമലി ഉള്ള ഒരു വെഹിക്കിളിന് തന്നെ ടാറ്റ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു കാര്യം എന്നാണ് പറയാനായിട്ട്. കാര്യം നമ്മളൊക്കെ പണ്ട് ഇത് കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി വാഹനങ്ങളിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ, ഇനി ഈ കാണുന്നത് പറയുന്നത് ഇതിന്റെ മോഡാണ്. അതായത് സിറ്റി മോഡ്, ഇക്കോ മോഡ്, സ്പോർട്ട് മോഡ്, ഇങ്ങനെ വരുന്ന 3 മോഡാണ് ഇതിൽ കാണുന്നത്. ഇത് ഇക്കോ മോഡിന് വേണ്ടി പ്രത്യേകം പെട്ടെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ് ഈ കാണുന്നത്. ഇതിൽ വരുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് ഈ കാണുന്നത്. അതിന്റെ സ്വിച്ച് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കൂടെ വരുന്നുണ്ട്. അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണെങ്കിൽ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന ചെറിയൊരു കപ്പ് സ്പേസ് ആണ് വരുന്നത്, യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെയും ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടോപ്പ് ആൻഡ് മോഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആൻഡ്രോയിഡ് വരും എന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇൻഫോർടൈൻമെന്റ് കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. 7 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ഒരു ഹാർമൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. ഇതിന്റെ ടോപ്പ് ആൻഡ് മോഡിലേക്ക് വരുമ്പോൾ 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോപ്പ് ആൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നതും ശരിക്കും ഇത് നോർമൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. അതിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ കോക്പിറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് ശരിക്കും ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാറ്റം വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ഇന്റീരിയറിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാര്യം അതിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അന്യായമാണ് ആ വലിയ ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് അകത്ത് ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആ ഒരു ലെതർ സീറ്റുകളും ഒക്കെ. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ, അതായത് നമ്മുടെ ഈ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ, നമുക്ക് എ സിയുടെ ടെമ്പറേച്ചർ കാര്യങ്ങൾ, അതിന്റെ ബ്ലോയിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്താണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. മേളിലേക്ക് വരുമ്പോൾ നോർമലി ഉള്ള, അതായത് ഓട്ടോ ഡിമ്മിങ് ഒന്നും ഇല്ലാത്ത, ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്ത ആ ഒരു റിയർ വ്യൂ മിററാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ കാണുന്ന എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് നമ്മുടെ റെയിൻ സെൻസിങ്ങിന്റെ ആ വൈപ്പേഴ്സിന്റെ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ടോപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു വൈറ്റ് ലൈറ്റിലുള്ള രീതിയിലാണ് നമ്മുടെ റൂം ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണെന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു എന്താ പറയുക ബ്ലൂടൂത്തിന്റെ മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കാണുന്നത് സൺറൂഫ് ആണ് ഈ വെഹിക്കിളിന്റെ. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു സൺറൂഫ് ഏരിയ തന്നെയാണ് ഈ ഒരു കുഞ്ഞു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാനായിട്ട്. പിന്നെ ഈ വാഹനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് 6 എയർ ബാഗ് ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. പിന്നെ അതിന്റെ എയർ ബാഗിന്റെ ഒക്കെ ആ ഒരു ഇൻഡിക്കേഷൻസും കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിളിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും പോർഷനിൽ വേണമെങ്കിൽ കൊണ്ട് നിർത്താനുള്ള രീതിയിലാണ് ആ സൺറൂഫിന്റെ സെറ്റപ്പ് വരുന്നത്. പാഡ് നമ്മൾ മാനുവലി വലിച്ചിടേണ്ടി വരും. ഈ കാണുന്നതാണ് നമ്മുടെ ടാറ്റയുടെ 5 GB സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ശരിക്കും ഒരു ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അതും 2 സ്പോക്കിന്റെ ഒരു സെറ്റപ്പിലാണ് ആ ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ കാണുന്ന ശരിക്കും ഡിജിറ്റൽ എന്ന് പറയുന്ന പോലെ, മൊത്തത്തിൽ ഡിജിറ്റൽ എന്ന് പറയുന്ന പോലെ ടാറ്റ സെൻട്രൽ വരുന്ന ലോഗോ വരെ ഡിജിറ്റലാക്കിയിരിക്കുകയാണ്. ഇത് ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടാറ്റയുടെ ലോഗോ ആണ് ഈ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ക്രൂസ് കൺട്രോളും അതിന്റെ സ്വിച്ചസും ആണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു കൺട്രോൾസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഗ്രിപ്പിംഗ് പോർഷൻ ഒക്കെ കൊടുത്തിട്ട് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ഇത് ടോപ്പ് ആൻഡ് വേരിയന്റ് അല്ലാത്തതുകൊണ്ട് ഒരു സിംഗിൾ ടോണിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വെഹിക്കിളാണ്. ഇതിന്റെ ടോപ്പ് ആൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ അതിന്റെ ആ സ്റ്റിയറിംഗിന്റെ ഫിനിഷ് ഒക്കെ മാറുന്നുണ്ട്. അത് മാത്രമാണ് ഇതിനകത്തൊരു ചേഞ്ച് വരുന്നത്. പിന്നെ കളർ തീമും എനിക്ക് തോന്നുന്നു ഇന്റീരിയറിനകത്ത് ശരിക്കും ടോപ്പ് ആൻഡ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഒരു ടോപ്പ് ആൻഡ് വേരിയന്റ് നമുക്ക് നോക്കാം. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ഒരു ഡിജിറ്റൽ, അതായത് ശരിക്കും പറഞ്ഞാൽ നോർമലി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിന്റെ പുറകിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, ഈ കാണുന്ന ഇതെന്ന് പറയുന്നത് പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെ കൊടുത്തിരിക്കുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗിന്റെ സ്വിച്ചസ് ആണ്. നമുക്ക് അവിടെ കാണാൻ പറ്റും. കാര്യം റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു യെല്ലോ ഇത് നമുക്ക് മാറുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് അതിന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. അത് 3 സ്റ്റെപ്പ് ആയിട്ടാണ് അതിന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അത് മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. കാര്യം ഇപ്പൊ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഇതിനകത്ത് റേഞ്ച് കാണിക്കുന്നത് 88%-ല് 334 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഞാനിതിപ്പോ ടോട്ടലി റീജനറേറ്റീവ് ഇട്ടിരിക്കുകയാണ്. അതിന്റെ റേഞ്ച് കാണിക്കുന്നത് ഓരോ സ്റ്റെപ്പും ഞാൻ മാറ്റുമ്പോൾ അതിന്റെ റേഞ്ച് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ വാഹനം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ AC ഇടുമ്പോഴത്തേക്കും അതിന്റെ റേഞ്ച് മാറുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടായിരുന്നല്ലോ, AC ഇടുമ്പോൾ അതിന്റെ റേഞ്ച് മാറുന്നുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇക്കോ മോഡിലോട്ട് മാറ്റുകയാണ്. ഇക്കോ മോഡിലോട്ട് മാറ്റിയപ്പോൾ അതിന്റെ റേഞ്ച് മാറുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ മൊത്തത്തിൽ കാണിച്ചില്ല. അതായത് 88%-ല് ഞാനിപ്പോൾ AC ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇക്കോ മോഡ് ഞാൻ AC ഞാൻ ഓഫ് ചെയ്തു. റേഞ്ച് മാറി കണ്ടായിരുന്നല്ലോ. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഞാൻ ഓൺ ചെയ്യുന്നു. ഇപ്പൊ കണ്ടോ, 87%-ലുള്ള വെഹിക്കിളിന് ഇപ്പൊ കാണിക്കുന്ന റേഞ്ച് 346 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാര്യം നമുക്കിപ്പോൾ AC എന്ന് പറയുന്ന ഘടകം നമുക്ക് എന്തായാലും ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിലൊരു 10-20-30 കിലോമീറ്റർ നമ്മൾ അതിനകത്ത് നമ്മളൊന്ന് എന്താ പറയാ ത്യാഗം ചെയ്താലും സഹിച്ചാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇക്കോയിലൊക്കെ ഇട്ട് ഓടിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേഞ്ച് ഒരു ഡേ ടു ഡേ നമുക്ക് ഡ്രൈവിന് നമുക്ക് ഈ വെഹിക്കിളിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നല്ല ഓട്ടോ വൈപ്പേഴ്സും വരുന്ന ഒരു വെഹിക്കിളാണ്. അതിന്റെ സ്വിച്ചസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഇതും ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്ലച്ചിന്റെ ഉള്ള ഒരു ഫുട് റെസ്റ്റും പിന്നെ അതുപോലെ തന്നെ ബ്രേക്കും ആക്സിലേറ്ററുമാണ് ഈ ഒരു കാണുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡോറിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. ടാറ്റ എല്ലാ വണ്ടികളും ഒട്ടുമുക്കാലും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് ഈ ഡോർ തുറക്കാൻ പറ്റുന്നത്. അപ്പൊ പ്രായമായവർക്കും ഒക്കെ ഈ പകുതി ഡോർ തുറന്നു നിൽക്കുമ്പോൾ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഒക്കെ ഡോർ ഈ പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിൾ നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാട്ടോ സീറ്റ് വരുന്നത്. കാര്യം ഇപ്പം ഈ സീറ്റ് എന്ന് പറയുന്നത് എന്റെ ആ ഒരു ഡ്രൈവിംഗ് ആംഗിളിൽ ഞാൻ ഇട്ടിരിക്കുക. ഇത് ഒരു അല്പം കൂടി ഞാൻ ഫ്രണ്ടിലേക്ക് നീക്കിയിട്ടിരിക്കുക. ഏകദേശം ബാക്കിൽ തന്നെയാണെന്നാണ് പറയാനായിട്ട്. ലെഗ് റൂം ഏരിയ എന്റെ ഈ ഒരു ഹൈറ്റ് 172 ഹൈറ്റ് വെച്ചിട്ട് ഒരല്പം കുറവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞല്ലോ അതിനൊരു അകത്തേക്ക് ഒരു സ്ലാൻഡിങ് ഒക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു പോർഷൻ അവർ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ നമുക്കൊരു ക്രാംഡ് ഫീൽ അല്ലെങ്കിൽ നമുക്ക് തട്ടിയിരിക്കുമ്പോൾ എന്താ ഇറുകിയിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് തോന്നത്തില്ല. എന്തായാലും ആ ഒരു ഡിസൈൻ നമുക്ക് കൊള്ളാമെന്നാണ് പറയാനായിട്ട്. റിയറിൽ വേറെ AC വെന്റ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിന് വരുന്നില്ല. എനിക്ക് ടോപ്പ് എൻഡ് വെഹിക്കിളിലേക്ക് വരുമ്പോഴാണ് റിയർ AC വെന്റ്സ് വരുന്നത്. ഇവിടെ ചെറിയ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചാർജിങ് സോക്കറ്റ് ഒക്കെ നമുക്ക് ഇതിന് അഡീഷണൽ ആയിട്ട് എക്സറി മേടിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള പോർഷൻസും കാര്യങ്ങളും അങ്ങനെ ഡമ്മി ആയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സീറ്റിന്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത്. സീറ്റ് ഒരു രക്ഷയില്ലാത്ത കംഫർട്ട്. കാര്യം തൈ സപ്പോർട്ട് ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ ആ തൈ സപ്പോർട്ടൊക്കെ അത്രയും രസമായിട്ട് ആ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്ത് നീറ്റ് ആക്കിയിട്ട് വേണ്ടെന്ന് വേണം പറയാനായിട്ട്. നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടാണ് ഈ ഒരു വെഹിക്കിളിന്റെ സീറ്റ് നമുക്ക് കിട്ടുന്നത്. ഫാബ്രിക് ആണെങ്കിൽ പോലും നല്ല സുഖമാണെന്ന് വേണം പറയാനായിട്ട്. അതിലും എനിക്ക് തോന്നുന്നു ചെറിയൊരു ട്രൈയാരോ ഡിസൈൻസ് ഒക്കെ ഈ ഒരു ഫാബ്രിക്കിലും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിവേ അതും കൊള്ളാം. പിന്നെ അതുപോലെ ISO ഫിക്സ് മൗണ്ടിന്റെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ സെൻട്രൽ ആമർസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിന് വരുന്നില്ല. 60-40 സ്പ്ലിറ്റിങ്ങും ഈ ഒരു സീറ്റിന് വരുന്നില്ല. ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെഹിക്കിളിന്. പിന്നെ ഈ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സൺറൂഫ് ഉള്ള വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗം വന്നിട്ട് നമ്മുടെ ഹെഡ് റൂമിന്റെ ആ ഒരു ഏരിയ നമുക്ക് താന്നു വന്നിട്ട് വീണ്ടും ഇത്രയും ഭാഗത്ത് വന്ന് വീണ്ടും ഹെഡ് റൂം ഒരു അല്പം പൊങ്ങിയാണ് കയറി പോകുന്നത്. അതും ഒരു അല്പം നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതേ ആ ഒരു സെയിം സെറ്റപ്പ് ഞാൻ ബ്രസയിലും കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ.
പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ പോലും അവർ ആ ഒരു ഗ്രാബ് ഹാൻഡിൽസിനെ ശരിക്കും ഹിഡൺ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഗ്രാബ് ഹാൻഡ്സ് കൊടുത്തിരിക്കുന്നത്. മടക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാനൊക്കത്തില്ല ഇതിങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ടെന്നുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് 5GV നമുക്ക് റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ട്രിവാൻഡ്രം മോട്ടോഴ്സ് ആണ്. ട്രിവാൻഡ്രം മോട്ടോഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ശരിക്കും ട്രിവാൻഡ്രത്ത് വെൺപാലവട്ടത്താണ്, നിയർ ടു കരിക്കകം ക്ഷേത്രം. അപ്പോൾ ഇവിടെ ടാറ്റ കാറുകളുടെ സെയിൽസും സർവീസും റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ടാറ്റ 5GVയുടെ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.